മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോഴും ഞാൻ ഓണത്തിന് വിളവെടുക്കാൻ വേണ്ടിയിട്ട് വഴുതനയും നാടൻ പച്ചമുളകും നടാൻ വേണ്ടിയാണ് ഇത്രയും ജോലി ചെയ്തത്. അപ്പം ഞാൻ ചെയ്തത്, ഇവിടെ നല്ല ഭംഗിയായിട്ട് കിളച്ചപ്പോഴേക്ക് ഇളകി വരുന്ന കല്ലും അതുപോലെ തന്നെ വേരും ഒക്കെ നല്ല ഭംഗിയായിട്ട് നീക്കം ചെയ്ത് തടം വെട്ടിയിട്ടു. തടം വെട്ടിയിട്ടതിന് ശേഷം ഞാൻ നോക്കിയിട്ട് ഇത് കിളുത്ത തൈകളാണ്. ഈ തൈകൾ ഞാൻ നടന്ന് നമുക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇനി ഊരി വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ, ഈ മഴപ്പരുവത്തിൽ നമ്മൾ വഴുതന പോലെയുള്ള ചെറിയ അരികളൊക്കെ ഇട്ട് കിളിപ്പിക്കാൻ വലിയ പാടാണ്. പകരം നമ്മൾ ഇതേപോലെ ചെറിയ കവറിനകത്തോ ഡ്രായിലോ അതല്ലെങ്കിൽ ഡിസ്പോസിബിൾ കപ്പിലോ ഒക്കെ നമ്മളിങ്ങനെ നടാമെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് മൂട് പിടിപ്പിച്ചെടുക്കാൻ സാധിക്കും. അപ്പം നടാൻ തുടങ്ങിയാണ്. നോക്കിയാട്ടോ, സുഹൃത്തുക്കളെ, ഞാൻ 5 മൂട് വഴുതന തയ്യ് ഇവിടെ നട്ടു ഓണത്തിൻ്റെ ആവശ്യത്തിന് വിളവെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് 5 മൂട് പച്ചമുളകിൻ്റെ തൈകളുണ്ട്, അതുകൊണ്ട് നടാനാണ് ഞാൻ ഈ തടമൊക്കെ വിട്ടിരിക്കുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇത് ജൈവ വളങ്ങൾ ഉപയോഗിച്ചാണ് ഞാനിവിടെ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പച്ചമുളകായാലും വഴുതനയായാലും നമ്മൾ നിറഞ്ഞ പച്ചക്കറിക്കെല്ലാം ദീർഘായുസ് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ഗുണമേന്മയും സ്വാദും കൂടിയിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തരത്തിൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ നമുക്കുള്ള സ്ഥലത്ത് കുറച്ച് സ്ഥലത്ത് മെച്ചപ്പെട്ട രീതിയിൽ കൃഷികൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷി കാഴ്ചകളും കൃഷി രീതികളും അറിവുകളും ഒക്കെയാണ് ഇലഞ്ഞൂർ ബ്ലോഗ് പ്രക്ഷേപണം ചെയ്തത്. അപ്പോൾ ഈ കൃഷി രീതികൾ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കേണ്ടത് നമ്മുടെ ഒരു ദൗത്യമായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. കാരണം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന മിക്ക മനോദുഃഖം എന്ന് പറയുമ്പോൾ നമ്മുടെ ഏകാന്തത, അതുപോലെ തന്നെ ശാരീരിക വൈഷമ്യങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ ഒന്നും കൃഷി ചെയ്യാത്തതുകൊണ്ടാണ്. നമുക്കറിയാം, കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു ഉൽപ്പാദന പ്രക്രിയ തുടക്കമാണ്. അതിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടാവുകയാണ്. അങ്ങനെ എനിക്ക് കിട്ടുന്നു, എനിക്ക് ലാഭം കിട്ടുന്നു, എനിക്ക് പ്രയോജനപ്പെടുന്ന ഒരു ചിന്ത നമ്മുടെ ബോധ മനസ്സിൽ രൂപം കൊള്ളുന്നു. അങ്ങനെ നമ്മൾ സാമ്പത്തികമായും ഒപ്പം ആരോഗ്യപരമായിട്ടും ഒക്കെ മെച്ചപ്പെടാൻ നിലയിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ നമ്മുടെ സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഈ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് നട്ടതേ ഉള്ളൂ. ഇനി ഇതിനെന്തൊക്കെയാണ് വളങ്ങൾ ചെയ്യേണ്ടതെന്നുകൂടെ നമുക്ക് നോക്കണം. അതോടൊപ്പം ഉടനെ കാണിക്കാം. ഈ പച്ചമുളകും കൂടെ ഞാനങ്ങ് നടുവാണ്. ഇത് നമ്മൾ എടുക്കുന്നത് ശ്രദ്ധിക്കണം. ഇങ്ങനെ നമ്മൾ മേടിക്കുന്നതായാലും നമ്മൾ തന്നെ തയ്യാറാക്കുന്നതായിരുന്നുണ്ട് ഇങ്ങനെ അങ്ങ് പൊക്കി എടുത്താൽ മതി. തടുത്ത് കേട്ടോ, വേറെ ഒന്നും പൊട്ടിപ്പോകാതെ തന്നെ ഇങ്ങനെ കിട്ടും. നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് പിടിക്കേണ്ടത് കേട്ടോ, ഇല്ലെങ്കിൽ പോവും. ഇങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കയ്യിരിക്കും, ഭാരം മൊത്തം നമ്മുടെ കയ്യിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളെ, ഞാൻ നമ്മുടെ ഈ ഇപ്പം നട്ട വഴുതനയ്ക്കും പച്ചമുളകിനുമൊക്കെ ആദ്യമായി ചേർത്ത് കൊടുക്കുന്ന വളം
സ്റ്റെറാമില്ലാണ് കണ്ടോ. ഓരോ കൈ സ്റ്റെറാമില്ല ഞാൻ വട്ടം കയറി കൊടുക്കാൻ പോകുക. ഇത് ആട്ടിൻ കാഷ്ടമാണ്. കാരണം നല്ല മഴയായതുകൊണ്ടും ഒക്കെ ആട്ടിൻ കാഷ്ടം ഇട്ട് കൊടുക്കാൻ നല്ലതാണ്. നമ്മൾ ജൈവവളങ്ങളാണല്ലോ ഇടുന്നത്. പിന്നെ മറ്റൊരു സംശയമുള്ളത്, എന്തുകൊണ്ട് ഇത് കൂട്ടിയിളക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം മണ്ണുമായിട്ട് കൂട്ടി യോജിപ്പിക്കേണ്ടെന്ന എന്ന് ഞാൻ നിശ്ചയിച്ചത് ഇപ്പം നല്ല മഴയാണ്. തന്നെയല്ല ഇതിൻ്റെ ചുവട് ഞാൻ ഒന്നുകൂടെ മണ്ണുകൊണ്ട് ഇത് കരണ്ടി കൊണ്ടൊന്ന് അനക്കിയിടും. അപ്പോൾ അതുകൊണ്ടാണ്. തന്നെയല്ല തോല് ഇപ്പം ഞാൻ 2 ദിവസത്തിനകം തന്നെ പച്ചിലകൾ ഇതിൻ്റെ പിന്നെ തടത്തിൽ കൊണ്ടിടും. അങ്ങനെ മണ്ണ് തറയാതിരിക്കും. അതാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ മണ്ണ് കൂട്ടിയിളക്കാൻ പറ്റുന്ന സ്റ്റേജ് ആണെങ്കിൽ അങ്ങനെ കൂട്ടിയിളക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം കവറിനകത്ത് തൈകൾക്ക് നമ്മൾ നടുന്ന അന്ന് തന്നെ വളങ്ങൾ വലിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേകമായ കഴിവുണ്ട് എന്ന കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഇതിനിട്ട് കൊടുത്ത വളമെന്ന് പറയുമ്പോൾ പിന്നെ സ്റ്റെറാമില്ലും ആട്ടിൻ കാഷ്ടമാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിൻ്റെ ചുവട് മഴയായതുകൊണ്ട് ചുവട് ഇങ്ങനെ തടം കിടക്കേണ്ട കാര്യമില്ല. കാരണം വെള്ളം കെട്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തടം ചെറുതായിട്ട് മണ്ണിട്ട് അങ്ങ് മൂടാൻ പോവുകയാണ്. പിന്നീട് തടം പറഞ്ഞു പോയിരിക്കാനും പച്ചിലകൾ കൊണ്ട് നമുക്ക് ഈ തടം നിറയ്ക്കണം. അപ്പോൾ ഒരു 3-4 ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ ഇതിന് കുറച്ചുകൂടി ശക്തി കിട്ടും. അതിന് ശേഷം മതി. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ കോഴികളെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ കോഴി ചിറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കോഴി ചിറയ്ക്കുന്നുണ്ടെങ്കിൽ വേരുകളൊക്കെ പോവും. അങ്ങനെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വഴുതനയൊക്കെ 4 വർഷം വരെയൊക്കെ നമുക്ക് ആദായം കിട്ടും. അതുപോലെ തന്നെ പച്ചമുളക്, നാടൻ പച്ചമുളകും അതുപോലെ തന്നെ കിട്ടും. മഴക്കാലങ്ങളിൽ ഒരു തണുപ്പൊക്കെ കൊടുത്ത് നല്ല വെള്ളമൊക്കെ കോരി ഒക്കെ ചെയ്യാമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ആദായം എടുക്കാൻ സാധിക്കും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളും, ഇതുപോലെ ഓണത്തിന് വേണ്ടി വിളവെടുക്കാൻ വേണ്ടി ഒരു മൂടെങ്കിലും പച്ചമുളകും, ഒരു മൂടെങ്കിലും വഴുതനയും, ഒരു മൂടെങ്കിലും വെണ്ടയും ഒക്കെ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണം. നമുക്കുള്ള സ്ഥലത്ത് ഉള്ള സമയം കൊണ്ട് നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെ സ്വാദിഷ്ടമായ വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് കഴിച്ച് നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ശരീരത്തെയും നമുക്ക് സംരക്ഷിക്കാം. ആരോഗ്യമാണ് സർവ്വധനാൽ സമ്പത്ത് എന്ന് ആ കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചമുളകും വഴുതനയൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞു. വളമൊക്കെ ഇട്ടു. ഇനിയും 1-2 ആഴ്ച കഴിയുമ്പോഴത്തേന് ഇത് നല്ല ശക്തമായ രീതിയിൽ കിളിച്ചു വരും. പിന്നെ ഞാൻ ഈ തൈകൾ എടുത്ത ഈ കവറുണ്ടല്ലോ, ഈ കവർ നമ്മൾ കളയരുത്. കത്തിച്ചോ ദൂരെയും കൊണ്ട് കളയരുത്. ഇതിനകത്ത് തന്നെ നമുക്ക് പല പ്രാവശ്യം പിന്നെ തൈകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് വളക്കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. പല ടൈപ്പിലുള്ള പിന്നെ തൈകൾ വളക്കടകളിലോ അല്ലെങ്കിൽ ഇങ്ങനെ തൈകളും വിത്തുകളും ഒക്കെ വിൽക്കുന്ന കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് നല്ലതാണ്. കാരണം തുച്ഛമായ വിലയേ ഉള്ളൂ. ഇത് വാങ്ങിച്ച് നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാം. മഴ സമയങ്ങളിൽ, പ്രത്യേകിച്ച് മഴ സമയങ്ങളിൽ കിളിർപ്പിച്ച് മാത്രമേ നടാവൂ. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞാൻ ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.